മലപ്പുറം കാളികാവ് ജനവാസ മേഖലയിൽ കാട്ടുപന്നിയുടെ ജഡം പകുതി ഭക്ഷിച്ച നിലയിലാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് അജ്ഞാത ജീവി ഓടിപ്പോകുന്നത് കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു. സ്ഥലത്ത് വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. ജംഷീർ കുടിഞ്ഞൂരങ്ങൾ നൽകും. ജംഷീർ, കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയതിൽ വനം വകുപ്പിന്റെ സംശയങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, ഇവിടെ ഒരു കാൽപ്പാടും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് കടുവയുടേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു വ്യക്തമല്ലാത്ത കാൽപ്പാടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മേലെ കാളിക്കാവ് എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഉള്ളാട്ടിൽ എസ്റ്റേറ്റിന് സമീപത്തുള്ള ഒരു കഴിഞ്ഞിൻ തോട്ടത്തിലാണ് ഇത്തരത്തിൽ മുക്കാൽ ഭാഗവും കാട്ടുപന്നിയെ ഭക്ഷിച്ച നില കണ്ടെത്തിയത്. അല്പം അതായത് അതിനു മുൻപ് അവിടെ ഒരു ശബ്ദം കേട്ടിരുന്നത്, അതായത് ഇത്തരത്തിൽ ചില മൽപ്പിടുത്തങ്ങളുടെ മൃഗങ്ങൾ തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്നതിന്റെ ശബ്ദം കേട്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഒരു അജ്ഞാത ജീവി ഓടിപ്പോകുന്നതായും ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നുണ്ട്. ഒരു കവുങ്ങിൻ തോട്ടത്തിലാണ്. സമീപത്തെല്ലാം തന്നെ നിരവധി വീടുകളുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല, കാളികാവിൽ നേരത്തെ കടുവ ആക്രമണം ഉണ്ടായ ഒരു യുവാവ് കൊല്ലപ്പെട്ട റാവുത്തൻകാടിന്റെ പരിസരത്ത് നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ആശങ്കയിലാണ്. ഇത് കടുവയാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ആളുകൾ ഉള്ളത്. ഇവിടെ ഈ ഒരു ജീവിയുടെ കാൽപ്പാട് കണ്ടിട്ടുണ്ടെങ്കിലും അത് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ജനങ്ങളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. പ്രദേശത്ത് വനം വകുപ്പ് എത്തി ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവ നേരത്തെ പലയിടങ്ങളിലും പ്രദേശത്ത് കടുവയെ കണ്ടതായുള്ള സൂചനകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കടുവയാണോ എന്നുള്ള ആശങ്കയും ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ക്യാമറകളും കൂടും ഒക്കെ സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ദിവ്യ. ശരി, ജംഷീർ കുടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.